ചൂടി കൊഴിയുന്ന കണ്ണോടെ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ ഓർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ ഓർത്തൊരുക്കി 53 മണി ജപമാല. കണ്ണീരിനടിയുന്നൊരമ്മയല്ലേ ഹൃദയത്തിൻ ആശ്വാസഗീതമല്ലേ. അമ്മേ നിൻ സ്നേഹലാളനകൾക്കായി ഞാൻ നിനക്കേകുന്നു ജപമാല. അമ്മേ നിൻ സ്നേഹലാളനകൾക്കായി ഞാൻ നിനക്കേകുന്നു ജപമാല. ഇടനെഞ്ചിലെരിയുന്ന കനലിന്റെ ചൂടേ കൊഴിയുന്ന കണ്ണോടെ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ ഓർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ ഓർത്തൊരുക്കി 53 മണി ജപമാല. എന്തു നല്ലമ്മ എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നോടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 14-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവും വിശുദ്ധ യൗസേപ്പിതാവും നസ്രത്തിൽ നിന്ന് ബെത്ലഹേം പട്ടണത്തിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ മെയ് മാസം മുഴുവനും ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വണക്ക വായനയിലൂടെ ധ്യാനിക്കുന്നത്. അതുവഴി പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ഓരോരോ ദൈവിക പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ആർജിക്കുവാനാണ് നമ്മൾ ഈ വണക്ക വായനയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഇന്ന് ഒന്നാമതായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവും യൗസേപ്പിതാവും ബെത്ലഹേം പട്ടണത്തിലേക്ക് നടത്തിയ യാത്രയെ സംബന്ധിച്ച് ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഇവർ രാജകൽപ്പനയെ അനുസരിച്ചത് സംബന്ധിച്ചാണ്. അഗസ്റ്റസ് സീസർ ആ ദേശത്തിൻ്റെ ദേശാധിപതിയായിരിക്കുന്ന സമയത്താണ് ഈ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ ക്യൂരിയസ് സീസർ ദേശാധിപതിയായിരിക്കുന്ന സമയത്താണ് ആദ്യത്തെ ഈ പേരെഴുത്ത് നടക്കുന്നത്. ജോസഫ് ദാവീദിൻ്റെ പട്ടണത്തിൽ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേട്ടാണ് ഗർഭിണിയായ മറിയത്തോടുകൂടി ഈ ഒരു പേരെഴുതിക്കാനായി യാത്ര പുറപ്പെടുന്നത്. ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് രാജകൽപ്പനയെ ഈശോയുടെ മാതാപിതാക്കൾ ദൈവ കൽപ്പനയായി അംഗീകരിച്ചുകൊണ്ട്
ഈ യാത്ര നടത്തുമ്പോൾ പ്രവചനങ്ങളുടെ വലിയൊരു പൂർത്തീകരണമാണ് സംഭവിക്കുന്നത്. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ബേത്ലഹേം എഫാത്ത, യൂദാ പട്ടണങ്ങളിൽ വെച്ച് നീ ഏറ്റവും ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് പുറപ്പെടുന്നത്. അവൻ യുഗങ്ങൾക്ക് മുമ്പേ ജനിക്കപ്പെട്ടവനാണ്, ഉള്ളവനാണ്. അപ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് ബേത്ലഹേം നഗരിയിൽ ഈശോ ജനിക്കുന്നത്. ഇവിടെ ഈശോയുടെ മാതാപിതാക്കളായ ദൈവമാതാവും യോസേപ്പ് പിതാവും ആ ദേശാധിപതിയുടെ കൽപ്പന മാനിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം തന്നെയാണ് നിറവേറ്റപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതായത് ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുവാനും അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കാനും സത്യസന്ധമായി അവർ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്നൊരു തിരുവചന ഭാഗം ക്രിസ്തീയ ജീവിതചര്യകളെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് സത്യസന്ധമായ ഏത് കാര്യവും നമ്മുടെ ഭരണാധികാരികളിൽ നിന്ന് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നമ്മുടെ ജീവിതത്തിലും നിറവേറ്റപ്പെടും. ഞാനിന്ന് ഓർക്കുന്നു, ഇന്ന് ഇവിടുത്തെ മാനേജിങ് ഡയറക്ടറായ ബഹുമാനപ്പെട്ട വിജയമോ സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങളിവിടെ പ്രത്യേകമായിട്ട് കേക്കൊക്കെ മുറിച്ചായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഇപ്പോൾ 55 വയസ്സ്, 55-ാം പിറന്നാളാണെന്ന് ആഘോഷിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ കൊച്ചിയിൽ ചെറുതായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഒരിക്കൽ അദ്ദേഹത്തോട് പറയുന്നത്, അമ്മ നിങ്ങളോട് കോയമ്പത്തൂരിലോട്ട് പോകാൻ പറയുന്നുണ്ട്. ആ ഒരൊറ്റ അച്ഛൻ്റെ വാക്ക് കേട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളുടെ TC വാങ്ങിയാണ് അദ്ദേഹം കോയമ്പത്തൂരിൽ സ്ഥിര താമസമാക്കിയത്. അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേട്ട് അബ്രഹാമിനെ പോലെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വലിയൊരു മിഷൻ മേഖലയാണ് കോയമ്പത്തൂരിൽ അദ്ദേഹത്തിന് ദൈവപിതാവ് തുറന്നു കൊടുത്തത്. ഇന്ന് അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ വചന ശുശ്രൂഷയും അഖണ്ഡ ജപമാലയും കൗൺസിലിങ്ങും എല്ലാം നടത്തി വർഷങ്ങളിൽ ജപമാല റാലി അടക്കമുള്ള വൻ സുവിശേഷ മുന്നേറ്റമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അച്ഛൻ്റെ ആ ഒരു വാക്ക് കേട്ട് അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം എടുത്ത ഒരു റിസ്കിൻ്റെ ഫലമാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരമ്മ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഒരമ്മ ഈ അൾത്താരയിൽ വന്ന് വൻ സാക്ഷ്യങ്ങളാണ് പറഞ്ഞത്. അവർ സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയത് ഇപ്രകാരമാണ്: എനിക്കിങ്ങനെ കൃപാസനത്തെ പറ്റിയൊക്കെ അറിയാൻ സാധിച്ചപ്പോൾ ഈശോ ഈ സമയം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയാൻ കുറച്ച് ദിവസങ്ങളായി ഈ മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്ന് വിശുദ്ധ യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തുന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഇവരിങ്ങനെ വായിച്ച് വരുമ്പോൾ ഒരു ദിവസം ശക്തമായൊരു പ്രചോദനം പരിശുദ്ധാത്മാവ് ഇവർക്ക് കൊടുക്കും. അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 19, 26, 27 തിരുവചനങ്ങൾ. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധമ്മ നിന്നിരുന്നു എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. അവിടെ പിന്നീട് നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്: ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോടും ഇതാ നിൻ്റെ മകനെന്ന് പരിശുദ്ധ അമ്മയോടും ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്. വലിയ ഉടമ്പടിയുടെ പൂർത്തീകരണം നടക്കാൻ പോകുന്ന സമയത്തും ദൈവമാതാവ് അന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതിൻ്റെ അവസാന അംഗീകാരവും പരിശുദ്ധ അമ്മയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈശോ തൻ്റെ ആത്മാവിനെ ദൈവപിതാവിന് സമർപ്പിക്കുന്നത്. അവിടെ ആ ഒരു ഉടമ്പടിയുടെ പൂർത്തീകരണം നടക്കുമ്പോഴും ഈശോ അമ്മയെ മറന്നില്ല. അതാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് പറയുന്നത്. പിന്നീട് നമ്മൾ വചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: അന്നു മുതൽ ആ ശിഷ്യൻ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ അമ്മയ്ക്ക് വലിയ അഭിഷേകമായി. അപ്പോൾ
ഈ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തു. പരിശുദ്ധമ്മയെ സ്വന്തം ഭവനത്തിലോട്ട് സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി. അങ്ങനെ ഈ അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വൻ സാക്ഷ്യങ്ങൾ, അരമണിക്കൂറാണ് ഇവരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞത്. അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല, എല്ലാം ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിലേക്കാളൊക്കെ അപ്പുറത്ത് ഇവർ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു സാക്ഷ്യപ്രകാരമാണ് 14-15 വയസ്സുള്ള കാലഘട്ടത്തിൽ, ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അവർ മരിയൻ സോളിഡാരിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നു. അന്ന് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ്, ഈശോയ്ക്ക് ഇന്ന് പ്രവർത്തിക്കാൻ എൻ്റേതല്ലാതെ കൈകളില്ല, എൻ്റേതല്ലാതെ കാലുകളില്ല. ഈ ഒരു പ്രാർത്ഥന അന്ന് സോളിഡാരിറ്റി പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു പ്രാർത്ഥനയാണ്. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം അതിലൊരു നിബന്ധന എന്ന് പറയുന്നത് കാരുണ്യ പ്രവർത്തികളാണ്. അപ്പോൾ ഈ മകൾക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അത് തോന്നിച്ചു കൊടുത്തു. ഞാനന്ന് ഇങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പിന്നെ വിവാഹ ജീവിതത്തിലോട്ടൊക്കെ കടന്നു വന്നപ്പോൾ എനിക്കതിലൊന്നും സാധിച്ചില്ല. പക്ഷേ ഇന്ന് അമ്മയ്ക്ക് 48 വയസ്സുണ്ട്. അമ്മ പറഞ്ഞ പ്രകാരമാണ് പാലിയേറ്റീവിൻ്റെ സ്പെഷ്യൽ ട്രെയിനിങ് കോഴ്സ് ഞാൻ പൂർത്തിയാക്കി. പാവങ്ങൾക്ക് വേണ്ടി, അതും ഇതുപോലെ വേദന അനുഭവിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ സമയം, അതായത് ട്രെയിൻഡ് പ്രൊഫഷണലായിട്ടാണ് അവരെ ഇവർ ശുശ്രൂഷിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു വെച്ചത് പ്രകാരമാണ്, അന്ന് എൻ്റെ പ്രാർത്ഥന അത് ഈശോ ഇപ്പോഴും ഓർത്തു. ഈശോ എന്തുമാത്രം സ്നേഹമുള്ളവനാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ വഴി മരിയൻ ഉടമ്പടി നമ്മൾ ഈശോയോട് ചെയ്യുമ്പോൾ ഈശോയും നമ്മളെ ലോകത്തിന് കൊടുക്കുവാൻ നമ്മളെയും പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് ധ്യാനിച്ചതും അതുതന്നെയാണ്. അതായത് ദൈവ കൽപ്പനയായി രാജകൽപ്പനയെ മാനിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈ യാത്രയിൽ അവർ പ്രകടിപ്പിച്ച വലിയ ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ്. ഇത് പറഞ്ഞപ്പോൾ ഈ വണക്ക വായന ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന 2 സാക്ഷ്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു. അത് 2 ദമ്പതികളുടെ സാക്ഷ്യമാണ്. രണ്ടും ഭർത്താക്കന്മാരെ ജീവൻ തിരിച്ചു കിട്ടിയ, ഭർത്താക്കന്മാർക്ക് ജീവൻ തിരിച്ചു കൊടുത്ത ഭാര്യമാരുടെ സാക്ഷ്യമായിരുന്നു. ഒന്നാമത്തെ സാക്ഷ്യത്തിൽ ആ സ്ത്രീ സഹോദരി പറയുന്ന പ്രകാരമാണ്, എൻ്റെ ഭർത്താവ് 30-35 വർഷമായിട്ട് പുകവലിയും മറ്റെല്ലാ ദുശീലങ്ങളും ഉള്ള ആളാണ്. അപ്പോൾ ഇതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഇവരാൽ ശ്രമിച്ചിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നടത്തി, ഒന്നും നടന്നില്ല. അപ്പോൾ അവസാനം ഇവർ മരിയൻ ഉടമ്പടിയിൽ വിഷയം വെച്ചിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, നീ തന്നെ ഇനി ഈ ഓപ്പറേഷൻ നടത്തണം. കാരണം എൻ്റെ ഭർത്താവിനെ ദൈവപിതാവ് എനിക്ക് ഏൽപ്പിച്ചതാണ്, വിശുദ്ധിയോടുകൂടി എനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കതിന് പറ്റുന്നില്ല. അപ്പോൾ ദൈവമാതാവ് വളരെ അടിയന്തരമായിട്ടൊരു ഓപ്പറേഷനാണ് നടത്തിയത്. അതായത് അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. വീണ്ടും മേജർ അറ്റാക്ക് വന്നു. അപ്പോൾ മസ്കറ്റിലായിരുന്ന മകനോട് വരെ ഡോക്ടേഴ്സ് വിളിച്ചു വരുത്താൻ പറഞ്ഞു. കാരണം അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു, ലാസ്റ്റ് സ്റ്റേജാണ്, ഇനി മണിക്കൂറുകൾ ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ സമയം ഈ സഹോദരി ചെയ്യുന്ന ഇപ്രകാരമാണ്. അതായത് തല മുതൽ പാദം വരെ മരിയൻ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം എന്ന് പ്രാർത്ഥനാപൂർവം കണ്ണുനീരോടുകൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് ആ ഭർത്താവിനെയും കൊണ്ടാണ് ആ സഹോദരി സാക്ഷ്യം പറഞ്ഞത്. തുടർന്ന് ഈ സഹോദരി പറഞ്ഞ പ്രകാരമാണ്, ഞാൻ ഇത്രയും വർഷം ശ്രമിച്ചിട്ട് നടത്താൻ പറ്റാതിരുന്ന പുകവലിയും മദ്യപാനമൊക്കെയാണ് ദൈവമാതാവ് ഒറ്റ ഓപ്പറേഷനിലൂടെ ഇദ്ദേഹത്തെ ഇപ്പോൾ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയത്. രണ്ടാമത്തെ സാക്ഷ്യം ഇന്ന് പറഞ്ഞതാണ് ഈ അൾത്താരയിൽ. അതും ഒരു മകളാണ്, 50 വയസ്സിന് താഴെയുള്ള ഒരമ്മ. ആ അമ്മ പറഞ്ഞത് പ്രകാരമാണ്, സ്റ്റൊമക് ക്യാൻസർ വന്ന് മരിക്കാൻ പോയ ഹസ്ബൻഡിനെ ജീവനിലോട്ട് തിരിച്ച് പ്രാർത്ഥന കൊണ്ട് തിരിച്ച് കൊണ്ടുവന്ന വലിയൊരു സാക്ഷ്യമാണ്. ഈ 2 ദമ്പതികളും ഈ ഭാര്യമാരും ഞാൻ ഈ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇപ്രകാരമാണ്. അതായത് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവ തിരുസന്നിധിയിൽ പിടിപാടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചതാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതായത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ, അതായത് ദൈവ തിരുസന്നിധിയിൽ സമ്പത്തുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കാനുള്ളത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഈ 2
വ്യക്തികളുടെയും ഈ സാക്ഷ്യങ്ങളുടെ ഒരു കോമണാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭർത്താക്കന്മാരെയും ആ ഒരു ജീവിതത്തിലേക്ക് മാത്രമല്ല നിത്യജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഒരു സാക്ഷ്യമാണ്. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ഞാൻ മറ്റൊരു സാക്ഷ്യം കേട്ടു. അതായത് വേറൊരു ഇതുപോലെ തന്നെ ഒരു അമ്മ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവിന് ലിവർ സിറോസിസ് ആയിരുന്നു, കൃപാസനം പത്രമൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു, പക്ഷേ എനിക്ക് ഇവിടെ വരാൻ തോന്നിയില്ല, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ഇതാണ് വ്യത്യാസം. അതായത് ദൈവസ്നേഹത്തോടു കൂടി ദൈവിക പുണ്യങ്ങൾ ആർജിച്ചുകൊണ്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഓരോരോ ജീവിതത്തിലെ സഹന സാഹചര്യങ്ങളും കൃപ ആർജിക്കാനുള്ള വലിയ അവസരങ്ങളാണ്. ഇത് ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കണം. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞൊരു വചനം പ്രകാരമാണ് 29-14 തിരുവചനം. അതായത് അവർ എന്നെ കണ്ടെത്താൻ ഞാനിടയാക്കും. അതായത് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും ഈ ഒരു പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വരാൻ പറ്റില്ല. പക്ഷെ വന്നു എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഈശോ തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് പറയുന്നത്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നു. അപ്പോൾ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം അതിൻ്റെ ആ ഒരു പ്രകടമായ രൂപങ്ങളാണ്. പക്ഷേ ഈ ഒരു സാക്ഷ്യത്തിൽ നിലനിന്നുകൊണ്ട് നിത്യത ആർജിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നു? അതാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതായത് അന്ത്യം വരെ സാക്ഷികളായി ജീവിക്കുക. ദൈവമാതാവും യൗസേപ്പിതാവും ഈ ഒരു ബെത്ലഹേം നഗരിയിലോട്ടുള്ള യാത്രയിൽ അവർ പ്രകടിപ്പിച്ച ഈ ദൈവിക പുണ്യങ്ങൾ, ക്ഷമയൊക്കെ അവർക്കറിയാം. രക്ഷകനാണ് തങ്ങളുടെ കൂടെയുള്ളത്, ദൈവമാതാവിൻ്റെ ഉദരത്തിലുള്ളത്. അപ്പോൾ രക്ഷകൻ കൂടെയുള്ളപ്പോൾ ഒന്നിനെയും കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഏറുമ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ച് തന്നെ യാത്രയാകുവാൻ ഉള്ളൊരു വലിയ വിളിയാണ് ഈ വണക്കവായനയിലൂടെ, ഇന്നത്തെ വണക്കവായനയിലൂടെ നമ്മളോടും ദൈവം ആവശ്യപ്പെടുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ബെത്ലഹേം നഗരിയിൽ ഈശോയുടെ അമ്മയും അപ്പനും അനുഭവിച്ച അപമാനങ്ങളെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. 2-ാം അധ്യായം 7-ാം തിരുവചനം, സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. യൗസേപ്പിതാവാണെങ്കിൽ നീതിമാനുമാണ്. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ അവരുടെ പ്രാർത്ഥന കേൾക്കപ്പെടാൻ, അത് റിജക്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. കാരണം രണ്ടുപേരും ദൈവപിതാവിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈശോയുടെ മാതാപിതാക്കളാകാൻ വേണ്ടി. ഒരാൾ ജന്മം നൽകുവാനും ഒരാൾ ഈശോയെ പരിപാലിക്കുവാനും. പക്ഷേ ഇവരുടെ പ്രാർത്ഥന ടോട്ടലി നിരസിക്കപ്പെടുകയാണ്. ഇവിടെയും നമ്മളേറെ മരിയൻ ഉടമ്പടിയിലൊക്കെ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 1 വർഷം പോലും അടയാളം കാണാത്ത മക്കൾ, ഒത്തിരിയേറെ മക്കൾ 2-ാമത്തെ വർഷത്തിൽ അടയാളങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞ് ഈ കൃപാസന അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരിൽ നിന്ന് കൂടുതൽ ദൈവിക പുണ്യങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടും അവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ലാഗിങ് വരുന്നത്. പക്ഷേ ആ സമയത്ത് ഒരു വിശ്വാസി പ്രകടിപ്പിക്കേണ്ട ദൈവിക പുണ്യങ്ങളുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് സമർപ്പണമെന്ന ദൈവിക പുണ്യം. നമ്മുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം സമർപ്പണമാക്കി ദൈവപിതാവിന് സമർപ്പിക്കാനുള്ളതാണെന്ന് ഈ ഒരു യാത്ര, ഈ ബെത്ലഹേം നഗരിയിൽ യൗസേപ്പിതാവും ദൈവമാതാവും അനുഭവിച്ച അപമാനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങളൊക്കെ നമ്മൾ 6 നിബന്ധനകളേക്കാൾ അപ്പുറത്ത് പോലും വലിയ ദൈവസ്നേഹത്തോടെ നിബന്ധനകൾ പാലിച്ച് മുന്നേറിയിട്ടും ഒരടയാളവും ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ ഇവരുടെ മുഖത്ത് നോക്കി നമ്മളും പഠിക്കേണ്ടതാണ്. ദൈവമാതാവിൻ്റെയും യൗസേപ്പിതാവിൻ്റെയും മുഖത്ത് നോക്കി. അതായത് അമലോത്ഭയായിരുന്നിട്ടും നീതിമാനായിരുന്നിട്ട് പോലും സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അവസാനം നമുക്കറിയാം കാലിത്തൊഴുത്തിലാണ് ലോക രക്ഷിതാവിന് ഈ മാതാപിതാക്കൾ ജന്മം നൽകുന്നത്. അപ്പോൾ അവർ നൽകിയ എളിമയുടെ പാഠം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച് പലതും നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെതായ ചിന്തകളുമായിരിക്കാം. പക്ഷെ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവം നമുക്കത് അനുവദിച്ച് തരാതിരിക്കുമ്പോൾ ദൈവത്തോട് പരാതി പറയാതെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ വൻ കാര്യങ്ങൾ നമ്മളിലൂടെയും ദൈവപിതാവ് നിവർത്തിക്കും. അതാണ് 3-ാമത്തെ സന്ദേശം. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ ദൈവമാതാവും
ഔസേപിതാവൊക്കെ ഈ ജീവിതത്തിൽ ആർജിച്ച ഈ ദൈവിക പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും അത് സ്വായത്തമാക്കാൻ, ഒപ്പം തന്നെ വളർത്തിയെടുക്കാൻ നമുക്കും ഒരു ശ്രമം നടത്താം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദുഃഖകരമായ രഹസ്യങ്ങൾ. അളവില്ലാത്ത സലാൻമ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, നീചമനുഷ്യരും നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന അടിയങ്ങൾ അറുതിയില്ലാത്ത മഹിമാപ്രതാപത്തോടിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യാൻ അയോഗ്യരായിരിക്കുന്നെങ്കിലും അങ്ങേ അനന്തമായ ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിനെ അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവ സ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. നമ്മുടെ ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ രക്തം വിയർത്തുവെന്ന് ധ്യാനിക്കുക. ഒന്നാം രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് താഴെ പറയുന്ന ഈ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഷെൽബിൻ സഹായരാജ്, അഹമ്മദാബാദ്. മകൻ സെർബിൻ കുഞ്ഞ് വിവാഹം നടക്കണം. പങ്കാളിക്ക് ആയുസ്, ആരോഗ്യം, കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീത്താമ്മ കരിമണ്ണൂർ. USA മകൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണം. ഭർത്താവിൻ്റെ ദുശ്ശീലങ്ങൾ മാറ്റിത്തരണമേ. എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലീസ് തങ്കച്ചൻ ചെത്തി, പനയ്ക്കൽ. ഇന്ന് നടന്ന ഓപ്പറേഷൻ അമ്മ അനുഗ്രഹിച്ചതിന് നന്ദി. മുറിവുകൾ ഉടനെ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ധനു ജിത്തിൻ, വെളിയിൽ ഗൗസ്.
പനമ്പക്കാട്. ഈ മാസം 31 മുൻപായി എൻ്റെ ഭർത്താവ് പുറത്തേക്ക് പോകാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിജോ ജോപ്പി ഫാമിലി കാലടി. കുടുംബസമാധാനം, ജോലി ഭദ്രത, സാമ്പത്തിക ഭദ്രതകൾ, ആരോഗ്യം എന്നിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതി സൂസൻ ഫിലിപ്പ് ചാലക്കുഴി തിരുവല്ല. എനിക്ക് 29 വയസ്സായി. വിവാഹം നടക്കാൻ തടസ്സങ്ങൾ നീക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായവയെല്ലാം മാറിക്കിട്ടുവാനും സമാധാനമുള്ള ജീവിതം കുടുംബത്തിൽ ഉണ്ടാകുവാനും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. PJ ജോർജ് ആൻഡ് ഫാമിലി, ചെന്നൈ. ബിസിനസ്സിൽ പുരോഗതി, സുഡല കണ്ണൻ പൈസ കൊണ്ടുവരാൻ, കുടുംബത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുല്യ വർമ്മ, ഹരിപ്പാട്. DHA പരീക്ഷ ജയിപ്പിച്ചു തരണമേ. നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തതാകുന്നതിനും USD മാത്രം ചെയ്യേണ്ടത് ആയ സമാധാനമുള്ള ജോലി ഗൾഫിൽ തരണമേ. തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലത്ത് പങ്കാളിക്ക് സമാധാനമുള്ള ജോലി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയാമ്മ, മരിയാലയം, കാവനാട്. അമ്മയുടെ ശാരീരികവും ആത്മീയവുമായ സൗഖ്യം, മക്കളുടെ ജീവിതം ദൈവസ്നേഹത്തിൽ നിറയാൻ, അപ്പച്ചൻ്റെ എല്ലാവിധ ശാരീരിക ആത്മീയ സൗഖ്യം പുകവലി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലില്ലി ജോർജ്, പിരിയത്ത്, ആലപ്പുഴ. നിത്യജീവൻ്റെ മക്കളും മരുമക്കളും ഞാനും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാനും മക്കൾക്ക് ലീന, ലിജോയ് സാധ്യതകളില്ലാതെ ഭവനങ്ങൾ ലഭിക്കുവാനും പുതിയ ഭവനം, സാമ്പത്തികവും മുൻവശത്തെ സ്ഥലവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീജ TJ, അനിത മന്ദിരം, പാറശാല. കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി, കുടുംബത്തിലെ എല്ലാവർക്കും മാതാവിൻ്റെ സംരക്ഷണം, കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആ കുടുംബത്തെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈല, പ്ലാമൂട്ടിൽ തറ, പാറശാല. കുടുംബത്തെ സംരക്ഷിക്കണമേ. സിസി സെബാസ്റ്റ്യൻ, തൃശ്ശൂർ. മറിയയ്ക്ക് നല്ല ജോലി കിട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ച നൽകി ഞങ്ങളുടെ കടബാധ്യത മാറ്റിത്തരണമേ. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടിബിൻ ആൻ്റണി, കൊച്ചുകിഴക്കേത്തല, പുല്ലങ്ങാടി. മകന് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാനും മകൾക്കൊരു ജോലി, ആങ്ങളുടെ മദ്യപാനം എന്നിവ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിറ്റി ജോസഫ്, ഇളമ്പോടത്ത് ചിറ, നെടുമുടി. ജിറ്റിയുടെ ശമ്പളത്തിൻ്റെ തടസ്സം മാറാനും ജോലി സ്ഥിരമായി കിട്ടാൻ മകന് അപ്പുവിന് നല്ലൊരു ജോലി കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിനു അനിൽ K, കണ്ടാംപാറപ്പറമ്പ്, എറണാകുളം. വേർപിരിഞ്ഞ് കഴിയുന്ന എൻ്റെയും എൻ്റെ ഭർത്താവ് അമ്പാടിയെയും ചേർത്ത് വെച്ച് നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹവും ഐക്യവും നിറച്ച് എന്നെ സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയ ജോസഫ്, തുരുത്തിയിൽ. മെയ് 14-ാം തീയതി മരിയയുടെ ജന്മദിനം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനും ഭർത്താവിൻ്റെ മദ്യപാനവും മറ്റ് ദുശ്ശീലങ്ങളും സംശയവും പൂർണ്ണമായി വിടുതൽ കിട്ടുന്നതിനും മരിയയുടെ രോഗസൗഖ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിനീത, ഒറീസ. ബ്രദർ കേസിൽ നിന്നും രക്ഷപ്പെടുവാനും ജോലി ലഭിക്കുവാനും അനിയന് ശാരീരിക സൗഖ്യം ലഭിക്കുവാനും അച്ഛന് ബ്ലഡ് പോകുന്ന സുഖം പ്രാപിക്കുവാനും നല്ല ചെറുക്കനെ കിട്ടി കല്യാണം നടക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിവേദ്യ BM, കുന്നംപറമ്പിൽ വിളയിൽ വീട്, ആയൂർ. മാതാവ് ഞങ്ങളുടെ കുടുംബത്തിനൊപ്പം ഈശോയോട് കൂടെ എപ്പോഴും ഉണ്ടാകണമേ. 2024 ജൂൺ 16 UPSC നടത്തുന്ന പ്രിലിംസ് പരീക്ഷയിൽ സിവിൽ സർവീസ് എന്നെ പാസ്സാക്കി മെയിൻസ് യോഗ്യത തരണമേ. ഭാഷ ഇൻ്റർവ്യൂ പാസ്സായി ഒരു IAS ഉദ്യോഗസ്ഥയായി സാക്ഷ്യം പറയാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എബിൻ, എബിത, ജോളി മാത്യു, മുളരിങ്ങാട്. എബിൻ്റെ +2 എബിത നല്ല മാർക്ക് കിട്ടി വിജയത്തിന് വേണ്ടിയും വീടിൻ്റെ പണി പൂർത്തിയാകുന്നതിന് വേണ്ടിയും ആകുവാനും എനിക്കൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സീമ ശിവനിവാസ്, ചേർത്തല. സീമ, എൻ്റെ പേരിലുള്ള ക്രൈംബ്രാഞ്ച് കേസ് എത്രയും വേഗം റദ്ദ് ചെയ്യുന്നതിനായും നഷ്ടപ്പെട്ട ജോലി എത്രയും വേഗം കിട്ടുന്നതിനും MDAക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സീമ
സിവിനിയാസ് ചേർത്തല. ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങൾ മാറുന്നതിനും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും അമ്മ ജാനകിയമ്മയ്ക്ക് ആയുസ്, ആരോഗ്യം, സൗഖ്യം കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുമി, UK-യിൽ ജോലി ചെയ്യുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. കുഞ്ഞിന് എല്ലാ രോഗത്തിൽ നിന്നും വിടുതൽ നൽകണമേ. ഗുഡ്വിൻ, നല്ല ജോലി ലഭിക്കുവാൻ കനിയണമേ. ശബരിനാഥ് കൈലാസം, ശബരിനാഥിൻ്റെ അസുഖം മാറ്റിത്തരണമേ അമ്മേ. അവൻ ഒന്നും നശിപ്പിച്ച് കളയാൻ തോന്നരുതേ, ആരെയും ഉപദ്രവിക്കാൻ തോന്നരുതേ എന്നും അമ്മ മാതാവെ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പിലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. അഞ്ചു വിൻസെൻറ്റ്, ജെറിൻ തോമസ്, ചെമ്പരിക്കൽ, തോട്ടുകൂട്ടുകര. എൻ്റെ ഭർത്താവിൻ്റെ രക്തത്തിലുള്ള വൈറസ് മാറുന്നതിനും എൻ്റെ മൂലക്കുരു മാറുന്നതിനും അമ്മയുടെ കൈവേദന മാറി സുഖം പ്രാപിക്കുന്നതിനും ഞങ്ങൾക്കൊരു ആരോഗ്യമുള്ള കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിനന്യ, എനിക്കും കിഞ്ചോയ്ക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ ജാതകം ചേർത്തിരിക്കുന്ന എല്ലാ ആലോചനകളും വേണ്ട എന്ന്
വയ്ക്കുവാനും പെണ്ണ് കാണാൻ പോലും വരാതെ മുടങ്ങിപ്പോകുവാനും മനസ്സമാധാനവും കുടുംബസമാധാനവും ജോലിയും കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്യു തളുക്കര എഴുപുന്ന. എൻ്റെ 2 മക്കൾക്ക് ജോലി ലഭിക്കാനും മക്കളുടെ 2 പേരുടെയും വിവാഹം സ്ഥലം വിൽപ്പന നടക്കുവാനും കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലിസബത്ത്. ചേട്ടന് വിസ ലഭിച്ച് പാസ്പോർട്ട് പുതുക്കുവാനും ഗ്രീൻ കാർഡ് ലഭിക്കുവാനും അക്യൂനയുടെ അസുഖം മാറുവാനും ബുദ്ധിയും വിവേകവും ഉണ്ടാകുവാനും സ്ഥലം വിൽക്കുവാനും വേറെ സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാനും പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് ബേബി. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അമ്മ തക്ക സമയത്ത് ഇടപെടണമേ. ലോകത്ത് സമാധാനം സന്തോഷം ലഭിക്കുവാനും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. ജനറ്റ് ജോസ്. മെയ് 14 പോകുന്ന യൂറോപ്പ് യാത്ര സമർപ്പിക്കുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയ മകൻ്റെ തിരിച്ചുവരവിനെ സമർപ്പിക്കുന്നു. അലൻ മകന് ദൈവവിശ്വാസമുള്ളൊരു വധുവിനെ ലഭിക്കുവാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സിബി ഹൈജൻ മുശാരി കുന്നേൽ ലണ്ടൻ. അഭിഷേകിൻ്റെ മെയ് 9 നടന്ന 10ാം ക്ലാസ് പരീക്ഷ 90% മാർക്കോടെ ഉന്നത വിജയം നൽകണമേ. ആകാശിൻ്റെ ഓട്ടിസം അസുഖം മാറി പൂർണ്ണമായും വിടുതൽ, നല്ല ഒരു ഭാവി ജീവിതം നൽകണമേ, അനുഗ്രഹിക്കണമേ. സിബി ഹൈജിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖം പൂർണ്ണമായി മാറ്റിത്തരണമേ. മെയ് 30 നടക്കുന്ന എക്കോ കാർഡിയോഗ്രാം നോർമലാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജൻ കെ ഗുജറാത്ത്. ഏതൻ ജോഷുവയുടെ ഓട്ടിസം മാറുന്നതിനും അജേഷ് ലോറിയും മാതാവിൽ വിശ്വസിക്കാനും സൂസന്നയുടെ വയർ സംബന്ധമായ അസുഖം മാറുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സിസിലി സേവിയർ കടവൻതുര പട്ടത്തിൽ. വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും പ്രിയയ്ക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും മേരിക്കുഞ്ഞിൻ്റെ പഠനം വിജയകരമായി പൂർത്തിയാക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്വിൻ പ്രദാസ്. ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയും സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നല്ല ആരോഗ്യവും ജോലിയും കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രാജേന്ദ്രൻ ഷീന ഭവൻ തിരുവനന്തപുരം. മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കാനും ഭാര്യയുടെ അസുഖം മാറാൻ നല്ലൊരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ചന്ദ്രസൻ. എൻ്റെ ഭാര്യയുടെ മുട്ടുവേദന മാറാൻ മക്കളുടെ മദ്യപാനം മാറാൻ നീനയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോഷി പി പാലക്കുഴിയിൽ ഇടുക്കി. സ്ഥലം വിൽപ്പന നടക്കുന്നതിനും സാമ്പത്തിക ചുമതല പരിഹരിക്കുന്നതിന് വേണ്ടിയും മക്കളുടെ വിശദീകരണത്തിനും ബിസിനസ് പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ക കാവിൽ. പ്രിയങ്കയുടെ കുഞ്ഞിനെയും അമ്മയും അച്ഛനെയും വിസ തടസ്സം ഇല്ലാതെ കൊണ്ടുവരാൻ സാധിക്കണം. പ്രിയങ്കയുടെ കേസ് അനുകൂലമാകുവാനും അമ്മ മാധ്യസ്ഥം വഹിക്കണം. പ്രണയിന് ഓഗസ്റ്റ് 15 മുൻപ് വിവാഹം നടക്കുവാനും ജോലി പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ത്രേസ്യാമ്മ കോട്ടയ്ക്കൽ. മകൻ ആൽബിൻ MCA പാസ്സായി ജോലി ലഭിക്കുന്നതിനും നല്ല ഭാവി ഉണ്ടാകുന്നതിനും ഭർത്താവ് ആൻ്റണിക്ക് ശാരീരികവും മാനസികവുമായ ഉന്മേഷം ലഭിക്കുന്നതിനും ജീവിതമാർഗം കണ്ടെത്തുന്നതിനും മകൻ ആൽബിന് വിദേശ വിസ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാനും 19 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ലിജി മാർട്ടിന് കുഞ്ഞുങ്ങളുണ്ടാകുവാനും അമ്മയുടെ കാര്യത്തിൽ ഒത്തുതീർപ്പുണ്ടാകുവാനും പ്രാർത്ഥിക്കുന്നു. സ്മിത കുര്യാക്കോസ് കണ്ടഞ്ചേരി തകഴി. അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സഭ അംഗീകരിക്കുവാനും കുര്യാക്കോസ് കിഡ്നി സംബന്ധമായ തൈറോയ്ഡ് എല്ലാ ടെസ്റ്റുകളും നോർമലാകുവാനും വീട് പണി പൂർത്തിയാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിനി ചാലിൽ പ്ലാസ്നാൽ. സ്ഥലം വിൽക്കാനും ഭർത്താവ് കേരളത്തിൽ വരണം, കുര്യൻ അസുഖം മാറാനും തങ്കൂസ് ജയിക്കാനും റിസിൽ മാത്യുവിൻ്റെ സ്വന്തം മകളായി തീർക്കണമേ. ബീന കുര്യാക്കോസ് കുട്ടത്തുകുളം. എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറി ഓർമ്മ തിരിച്ചു കിട്ടുവാനും മക്കൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കുവാനും കൊച്ചുമക്കൾക്ക് ആയുസ്സും ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അഞ്ചീര കുര്യാക്കോസ് നെടിവേലിയിൽ. എൻ്റെ അപ്പയ്ക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടിയും കുടുംബസമാധാനം, കുടുംബത്തിലെ എല്ലാവരുടെ ആരോഗ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ.
ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും അമ്മേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ജോർജ് ഫ്രാൻസിസ് നെടിയലിൽ, കൊച്ചി. ഒരു വീട് വാങ്ങാൻ വേണ്ടി കുടുംബത്തിലെ എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടിയും കടബാധ്യത മാറാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഫിലോമിന ലോരപ്പൻ. കുടുംബസമാധാനവും ദൈവസ്നേഹവും കൊണ്ട് നിറയ്ക്കുവാനും ഡയബറ്റീസ്, തൈറോയിഡ്, കിഡ്നി, ക്രിയാറ്റിൻ, ശ്വാസകോശ സംബന്ധമായ രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജമീല PV, കോഴിക്കോട്. മകളുടെ ഭർത്താവിൻ്റെ കുടുംബം സ്നേഹത്തിന് നിലനിൽക്കണം. എൻ്റെ വീടിൻ്റെ പൈസ 2.5 ലക്ഷം എനിക്ക് തരാൻ തോന്നണം. ഷബീർക്ക ഇസ്മയിൽ. കുടുംബത്തിൻ്റെ എല്ലാവരും സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിഷ നിഗാല, ഒത്തേന, കോഴിക്കോട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ പിടിക്കുവാനും ശരീരം നന്നാവാൻ വേണ്ടിയിട്ടും ഞാനും എൻ്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം തീർന്നു കിട്ടുവാനും മെയ് 25-ാം തീയതി കോടതിയിൽ പോകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ തീർന്നു കിട്ടുവാനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനീഷ് അംബ്രോസ്, അറയ്ക്കൽ, നായമ്പലം. ജോലിയുടെ തടസ്സം മാറിക്കിട്ടുന്നതിനും കടബാധ്യതകൾ തീരുന്നതിനും രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബോബി KP, കരുത്തലയിൽ, മുളന്തുരുത്തി.
സ്ഥലം കച്ചവടം നടക്കുവാനും ബാങ്കുകളിലെ ജപ്തി നടപടി മാറുവാനും ഷുഗർ ലെവൽ നോർമലാകുവാനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സൂസി കെ എ വലിയ വീട്ടിൽ നായമ്പലം. ആൻ്റണി മകന് ജോലി ലഭിക്കുവാനും ആൻമേരി BSc നഴ്സിംഗിന് പാസ്സാകുവാനും വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ മാറുവാനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. LC ലോറൻസ് ആട്ടോക്കാരൻ കൊറ്റമം. കുടുംബസമാധാനം, മക്കൾക്ക് ജോലി, കല്യാണം, ചിട്ടിക്കാശ് വ്യാഴാഴ്ചത്തെ കോടതി സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷൻ ജോൺസൺ. അലീൻ ചെയ്ത ഇൻ്റർവ്യൂ ഇലക്ഷൻ ആയി UK വിസ ലഭിക്കുവാനും 10ാം ക്ലാസ് എക്സാം എഴുതി മകന് ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും എൻജിനീയറിംഗ് കോഴ്സ് പൂർത്തിയാക്കുന്നതിനും പഠനത്തിനുള്ള അവസരം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ്ലി ജോസ് ബീബത്ത് പാലാരിവട്ടം. എൻ്റെ മാതാവേ, ഈ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അനിയത്തിയുടെ മകൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കോളേജ് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിനും അവളുടെ കടബാധ്യതകളെല്ലാം തീർക്കണമേ. കുടുംബസമാധാനം നൽകണമേ. അവളുടെ മകന് നല്ലൊരു ജീവിത പങ്കാളിയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്നസ് മാത്യു, എറണാകുളം. എൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പേരിൽ നിലനിൽക്കുന്ന കേസ് ഈ ജൂൺ 19-ാം തീയതിക്ക് മുൻപ് തീർപ്പാക്കി തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾക്ക് കുടുംബസമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. എനിക്ക് കിട്ടുവാനുള്ള പണം എല്ലാം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയും എൻ്റെ കടബാധ്യതകൾ തീർക്കുവാനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഞ്ചു, ഓസ്ട്രേലിയ. ബഹുമാനപ്പെട്ട BP ജോസഫ് അച്ഛന് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിൽ ഒരു ഭവനം പണിയാനും ഒരു പ്രോപ്പർട്ടി നല്ല വിലയ്ക്ക് വിൽക്കുവാനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിഷ സുനോജ്, ഓസ്ട്രേലിയ. മകൻ്റെ താരനും മുടിക്കൊഴിച്ചിലും മാറാനും ഫെമിയുടെ ശരീരത്തിലെ പാടുകളും കുരുക്കളും മാറുവാനും കുടുംബത്തിൽ പ്രാർത്ഥനയും സമാധാനവും സന്തോഷം നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജു കുര്യൻ, അക്കാപ്പറമ്പിൽ, മാഞ്ഞൂർ. മക്കൾ ജോസ്മി, ജസ്റ്റിൻ അനുസരണക്കേട് മാറി അനുഗ്രഹിക്കപ്പെടുവാനും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിന് വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വേശ്വലന്മേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വേശ്വലന്മേ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വേശ്വലന്മേ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും നയിക്കുവാമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും സഹായം ഏറ്റവും ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവസം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. ബിജു കുര്യൻ, മകൻ ജസ്റ്റിൻ്റെ ബ്ലഡിൻ്റെ അലർജി പൂർണ്ണമായി മാറുന്നതിനും മകളുടെ അസുഖങ്ങൾ മാറുന്നതിനു വേണ്ടിയും ഭാര്യ ഷിനിയുടെ കിഡ്നി രോഗം മാറുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സനൽ പത്രോസ്, ആലക്കാടൻ, ഈസ്റ്റ് വോക്കൽ, ജോലിയിലെ തടസ്സം മാറാനും സമാധാനത്തോടെ സന്തോഷത്തോടെ സ്ഥിരതയോടെ കൂടി ജോലി ചെയ്യുവാനും ജർമ്മനി വിസ പെട്ടെന്ന് കിട്ടുവാനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് ബാബു, പായ്ക്കാട്ട്, കാഞ്ഞിരിമറ്റം, UK എക്സാം +2 പാസ്സാവാനും UK ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽബിൻ വർഗീസ്, എൻ്റെ മോൻ റീവാലുവേഷൻ കൊടുത്തിരിക്കുന്ന വിഷയം ജയിക്കണം. എക്സാം കെമിസ്ട്രി, ഫിസിക്സ് ഇവ വിഷയങ്ങളിൽ ജയിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ മകനെ +2 പാസ്സാക്കി തരണമേ. ഞങ്ങളുടെ കടബാധ്യത പൂർണ്ണമായി മാറി എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് പോകാനുള്ള തടസ്സം മാറ്റി തരണമേ. ദൈവാനുഗ്രഹത്താൽ വിദേശത്ത് ജോലി ലഭിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കിങ് ജെ സെബാസ്റ്റ്യൻ, നീനുവിന് വന്നിരിക്കുന്ന എല്ലാ കല്യാണ ആലോചനകളും വേണ്ട എന്ന് വയ്ക്കുവാനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എനിക്ക് നീനായ്ക്കും എല്ലാവരുടെ അനുഗ്രഹത്തോടും സമ്മതത്തോടും കൂടെ എൻ്റെ ജീവിത പങ്കാളിയായി തീരുവാനും നീനായ്ക്ക് വീട്ടിൽ പറഞ്ഞു നിൽക്കുവാനും അവളുടെ വീട്ടുകാർ ഞങ്ങളുടെ കല്യാണം സമ്മതിക്കുവാനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിയ ജോർജ്, അരിക്കാട്ട്, ആളൂർ, എല്ലാ രോഗങ്ങളിൽ നിന്ന് പരിപൂർണ്ണ സൗഖ്യം കിട്ടുന്നതിനും നല്ല ആരോഗ്യവും ദീർഘായുസ്സും വിശുദ്ധിയും ലഭിക്കുന്നതിനു വേണ്ടിയും യാതൊരു വൈകല്യങ്ങളുമില്ലാത്ത രോഗങ്ങളുമില്ലാത്ത നല്ല ഒരു ആൺകുഞ്ഞിനെ എത്രയും വേഗം ലഭിക്കുന്നതിനും നല്ല സാമ്പത്തിക വരുമാന മാർഗങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷ, തണ്ണീർമുക്കം, മനസ്സിന് ബാധിച്ചിരിക്കുന്ന എല്ലാ വിഷമഘട്ടങ്ങളിൽ നിന്നും കരകയറ്റണമേ. മക്കൾ നല്ല രീതിയിൽ പഠിക്കണമേ. മകന് പഠിച്ച് സ്കൂളിൽ തന്നെ അഡ്മിഷൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൽബ തുടർന്നാൽ 15-ാം തീയതി എക്സാം പാസ്സാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജ് ജോസഫ്, ഇരാറ്റുപേട്ട, പാറമടയുടെ പ്രവർത്തന തടസ്സം മാറുന്നതിനും മകളുടെ കല്യാണത്തിനുള്ള സാമ്പത്തികം ലഭിക്കുന്നതിനും മക്കളുടെ മേലുള്ള ബന്ധനം മാറുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോവൽ ജ്യോതി, കാസർഗോഡ്, പെട്ടെന്ന് അയർലൻഡിൻ്റെ വിസ കിട്ടുന്നതിനും ലിതികയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ, സഹോദരന് അസുഖം സുഖപ്പെടൽ എന്നിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിഡ, കള്ളം പറയുന്ന ശീലം ഉപേക്ഷിക്കാനും സാമുവേൽ, അന്നമ്മ, ലിൻസി, ജെനി തെറ്റായ പ്രവൃത്തികൾ ഉപേക്ഷിക്കുവാനും യോഹാൻ, ആമി, റേച്ചൽ ഇവരെ നല്ല പാതയിൽ നടത്തുവാനും ജോൺസനെ അവൻ്റെ തെറ്റ് മനസ്സിലാക്കി ഭാര്യയുടെ മക്കളുമായി UK താമസിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷ, തണ്ണീർമുക്കം, കടബാധ്യത മാറ്റി തരണമേ. ജോലി സ്ഥലത്ത് നന്നായി പ്രൊവിൻസ് ചെയ്യുവാൻ സാധിക്കണമേ. മക്കളുടെ സ്വഭാവം നല്ല രീതിയിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എലിസബത്ത്, ബാംഗ്ലൂർ, എൻ്റെ പരീക്ഷ മെയ് 15-ന് 2024 ജൂൺ 15-ാം തീയതി 2025-നും അതിനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും ഉണ്ടാകുന്നതിന് വേണ്ടിയും സാബ് എന്ന കൂട്ടുകാരൻ്റെ ആരോഗ്യം നന്നാകുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. റിയ, എരമല്ലൂർ, വിവാഹ തടസ്സം മാറുവാനും പരിശുദ്ധാത്മാവിൽ നിറയുവാനും ജീവിത വിജയം ഉണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. ലീലാമ്മ, ബേബി, നടുവേദന മാറുവാനും ഷുഗർ മൂലമുള്ള
കാൽവിരലുകളുടെ പഴുപ്പ് സുഖം പ്രാപിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാവുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉടിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കൃപാസന ഡയറക്ടർ ജോസഫച്ചൻ്റെ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പൂർണ്ണ ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഈ മറ്റ് ക്ലിൻ്റൻ അച്ഛനെയും മറ്റുള്ള ഇവിടെ കുമ്പസാരിപ്പിക്കാൻ വരുന്ന എല്ലാ വൈദികരെയും അവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവുണ്ടവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അൾത്താരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും കിച്ചൻ തൊട്ട് അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന സകല പ്രേക്ഷിതരെയും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടാതെ ഇവിടെ ഇതുവരെ ഉടമ്പടി എടുത്ത് കടന്നുപോയവരും പുതുക്കിയവരുമായ എല്ലാ മക്കളെയും എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടുന്നതിനും അവരെല്ലാവരും ദൈവത്തിൻ്റെ മാതാവിൻ്റെ നാമത്തിൻ്റെ സാക്ഷികളായി തീരുന്നതിന് വേണ്ടി നമുക്ക് ഈ രഹസ്യം ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ. അതിന് വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കുവാമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റബ്ബായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ ഏറ്റവും വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 14-ാം തീയതി നസർസ് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബെത്ലഹേം എന്ന നഗരിയിലേക്കുള്ള യാത്ര. ഒന്നാമത് ദൈവമാതാവും മാർയോസപിതാവും രാജകൽപ്പന അനുവർത്തിച്ചത്. രണ്ടാമത് ഈ യാത്രയിൽ ഇവർ പ്രദർശിപ്പിച്ച പുണ്യം. മൂന്നാമത് ബെത്ലഹേം നഗരിയിൽ ഇവർ അനുഭവിച്ച അപമാനം. ദൈവത്തിൻ്റെ ആലോചന വേറെ, മനുഷ്യൻ്റെ ആലോചന വേറെ. അതുകൊണ്ട് ദൈവ നിശ്ചയങ്ങൾക്കും മനുഷ്യനിശ്ചയങ്ങൾക്കും തമ്മിൽ വളരെ അന്തരമുണ്ട്. അഗുസ്തോസ് ചക്രവർത്തി തൻ്റെ മഹിമയും പ്രതാപവും അറിയിപ്പാനായി സാമ്രാജ്യത്തിലുള്ള സകല പ്രജകളുടെയും കണക്കെടുക്കണമെന്നാൽ കൽപ്പിച്ചു. എന്നാൽ ഈ കൽപ്പന മൂലം ലോകരക്ഷകൻ ബെത്ലഹേം നഗരിയിൽ പിറക്കുമെന്ന ദീർഘദർശനങ്ങൾ നിറവേറണമെന്നായിരുന്നു ദൈവനിശ്ചയം. ദൈവമാതാവും മാർയോസപിതാവും രാജകൽപ്പന ദൈവകൽപ്പനയായി സ്വീകരിച്ചുകൊണ്ട് ദീർഘയാത്രയാലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഭയപ്പെടാതെ ഉടൻ തന്നെ ബെത്ലഹേമിലേക്ക് പ്രയാണം ചെയ്തു.
ദൈവത്തിൽ നിന്നാകുന്നു അധികാരമെന്നും അതിന് കീഴ്പ്പെടേണ്ടത് അധീനരുടെ കടമയാണെന്നുമുള്ള ബോധം നമുക്കുണ്ടാകുന്നതിന് ദൈവമാതാവിൻ്റെയും മാർ ഔസേപ്പിതാവിൻ്റെയും ഈ ദൃഷ്ടാന്തം ഏറെ സഹായിക്കുന്നു. ഈ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് അനുസരണമെന്ന പുണ്യം സമ്പാദിക്കാൻ വലിയ പ്രയാസം തോന്നുന്നത്. രണ്ടാമത്, പരിശുദ്ധ ദൈവമാതാവും മാർ ഔസേപ്പിതാവും ചെയ്ത വഴിയാത്രയിൽ അവരെ നാം അനുഗമിച്ച് അവർ കാണിച്ചു തന്ന സന്മാതൃകകൾ കണ്ടുപഠിക്കേണ്ടതാകുന്നു. അവർ ദൈവേഷ്ടം സാധിപ്പാനായി ഇതാ ജാഗ്രതയോടെ നടക്കുന്നു. ദൂരയാത്ര, ദ്രവ്യക്കുറവ്, ദുർഘടവും ആപൽക്കരവുമായ വഴി, കാലസ്ഥിതി, ഇതുകൾ മൂലം നേരിട്ട കഷ്ടതകളെല്ലാം ക്ഷമയോടും സന്തോഷത്തോടും കൂടെ സഹിച്ച് ലോകരക്ഷകൻ്റെ ആസന്നമായ പിറവിയെപ്പറ്റി ധ്യാനിച്ച് സന്തോഷചിത്തരായി യാത്ര ചെയ്തു. നാമും മനസ്സിന് വിരോധമായ സംഗതികൾ ചെയ്യുവാൻ കൽപ്പിക്കപ്പെടുമ്പോഴും ഇതുപോലുള്ള മറ്റു ഘട്ടങ്ങൾ നേരിടുമ്പോഴും പരിശുദ്ധ മറിയവും മാർ ഔസേപ്പിതാവും കാണിച്ചു തന്ന ഈ ഉത്തമ ദൃഷ്ടാന്തത്തിനൊത്ത പ്രകാരം ജപം, ക്ഷമ, ദൈവ തിരുമനസ്സിനോടുള്ള അനുസരണം മുതലായ പുണ്യങ്ങളാൽ നമ്മുടെ പ്രവർത്തികൾ ക്രമീകരിക്കാൻ ശ്രമിക്കണം. മൂന്നാമത്, കഷ്ടപ്പെട്ട യാത്രയുടെ ശേഷം ഈ മഹാത്മാക്കൾ ബെത്ലഹേം നഗരിയിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരാലും തള്ളപ്പെടുകയും പാർക്കുന്നതിന് ഒരു വീട് പോലും ലഭിക്കാതെ മൃഗങ്ങൾക്കുള്ള ഒരു തൊഴുത്തിൽ വസിക്കുന്നതിന് നിർബന്ധിതരാകുകയും ചെയ്തു. ഇതത്രേ സകല ലോകങ്ങളുടെയും രാജ്ഞിയുടെ അരമന. ഇതിലത്രേ പരലോകവും ഭൂലോകവും സൃഷ്ടിച്ചവനും ആകാശമണ്ഡലങ്ങളിൽ സൂര്യനെ മയക്കുന്ന പ്രകാശത്തോടെ വാഴുന്ന കർത്താവുമായിരിക്കുന്ന ഈശോ മിശിഹ പിറക്കാൻ തിരുമനസ്സായത്. അവതരിച്ച ദൈവമേ, പിറവിയിൽ പോലും കഷ്ടപ്പെടുന്നതിന് അങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങേ മാതാവിനോടും വളർത്തുപിതാവിനോടും കൂടെ അനുഭവിച്ച നിന്ദകളും ദാരിദ്ര്യവും ദുഃഖങ്ങളും ഞാൻ കൊണ്ട് എനിക്ക് വരുന്ന ഞെരുക്കത്തിലും സങ്കടങ്ങളിലും ക്ഷമ കൂടാതെ ആവലാതിപ്പെടുന്നത് എന്തൊരു ന്യായം! ഹാ മറിയമേ, ഹാ ഔസേപ്പിതാവേ, എനിക്ക് സംഭവിക്കുന്ന കഷ്ടതകൾ സസന്തോഷം സഹിപ്പാൻ കൃപ ചെയ്യണമേ. ദൃഷ്ടാന്തം. വിശുദ്ധ ഗ്രിഗോറിയോസ് മാർപ്പാപ്പ തിരുസഭ ഭരിച്ചു വന്ന കാലത്തിൽ റോമാപുരിയിൽ ഒരു മഹാമാരിയുണ്ടായി. ദിവസം തോറും തുമ്മുമ്പോഴും കോട്ടുവായിടുമ്പോഴും അനേക ജനങ്ങൾ പാപസങ്കീർത്തനമാദിയായ ഉദാശകൾ കൂടാതെ മരിച്ചിരുന്നു. മാർപ്പാപ്പ ആഘോരമായ ശിക്ഷ കണ്ട് പൊതുവായി ജപങ്ങളും പ്രാർത്ഥനകളും നടത്തണമെന്ന് ആജ്ഞാപിച്ചു. എന്നാൽ അതുകൊണ്ട് ആ മഹാമാരി നീങ്ങാതെ അനേക ജനങ്ങൾ പിന്നെയും മരിപ്പാനിടയായി. ഇതുമൂലം നഗരവാസികളെല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ആ നഗരിയിലുള്ള വൈദികരെല്ലാവരും കൂടി വിശുദ്ധ ലൂക്ക എവൻഗലിസ്ത എഴുതിയ പരിശുദ്ധ കന്യകയുടെ തിരുപ്പടം മജോർ എന്ന ദേവമാതാവിൻ്റെ പള്ളിയിൽ നിന്നെടുത്ത ഏറ്റവും ആഡംബരത്തോടെ ആ ഒരു പ്രദക്ഷിണം നടത്തണമെന്ന് മാർപ്പാപ്പ വീണ്ടും കൽപ്പിക്കുകയുണ്ടായി. പ്രദക്ഷിണ സമയത്ത് നടന്ന ഒരു അത്ഭുതം സംഭവം താഴെ ചേർക്കുന്നു. ദേവമാതാവിൻ്റെ പടം എഴുന്നള്ളിച്ചുകൊണ്ട് പോയിരുന്ന വൈദികൻ ഏത് തെരുവിൽ പ്രവേശിച്ചുവോ അപ്പോൾ തന്നെ അവിടെ നിന്ന് മഹാമാരി വിട്ടുമാറിയിരുന്നു. മാത്രമല്ല, ആ നേരത്തിൽ തന്നെ അഡ്രേറിയ എന്ന ഗോപുരത്തിൽ ഒരു ദൈവദൂതൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനായി. രക്തക്കറ പുരണ്ടിരുന്ന വാൾ ഉറയിലിടുന്നത് ജനങ്ങളെല്ലാവരും കാണുകയും അനേകം ദേവദൂതന്മാർ ഇപ്പോൾ തിരുസഭയിൽ നടന്നു വരുന്ന രജിന ചൊല്ലി പരലോകരാജ്ഞി മനോദൃഷ്ടി പൂരിക്കുക എന്ന ജപം പാടുന്നത് കേൾക്കുകയും തന്മൂലം സന്തോഷചിത്തരാവുകയും ചെയ്തു. അന്നു മുതൽ വസന്ത നീങ്ങിപ്പോയതിനാൽ മേൽച്ചൊല്ലിയ ജപം മാർപ്പാപ്പ കൈക്കൊണ്ട് അതിൻ്റെ അന്തത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരോട് പ്രാർത്ഥിക്കുക എന്നുകൂടി ചേർത്ത് ചെല്ലുന്നതിന് ആജ്ഞാപിക്കുകയുണ്ടായി. ക്രിസ്ത്യാനികളെ, നിങ്ങൾ അനുഭവിക്കുന്ന വ്യാധികളിൽ പിശാചിൻ്റെ സഹായം അന്വേഷിക്കാതെ സ്വർഗീയ രാജ്ഞിയുടെ സഹായം പ്രാർത്ഥിച്ചു കൊള്ളണം. ജപം. ഹാ മറിയമേ,
മറിയമേ, ഈശോ തന്റെ പിതാവിൻ ഈശോ തന്റെ പിതാവിൽ പക്കലും നീ നിന്റെ തിരുക്കുമാരനായ ഈശോയുടെ സന്നിധിയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് വിചാരിക്കുമ്പോൾ എന്റെ നിത്യരക്ഷയെ പ്രതി എനിക്ക് ശരണം തോന്നുന്നു. ഇന്നു മുതൽ എന്റെ മരണം വരെയും നിന്നോടും നിന്റെ തിരുക്കുമാരനോടും ഇടവിടാതെ ഞാൻ അപേക്ഷിക്കുന്നുണ്ട്. നിന്നോട് പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് എന്റെ ആത്മാവ് മുറിവേറ്റ് തളർന്നു പോയിരിക്കുന്നു. ഞാൻ അങ്ങേ സങ്കേതം പ്രാപിച്ചിരുന്നെങ്കിൽ പാപത്തിൽ ഉൾപ്പെടാതെയും വരപ്രസാദം നഷ്ടമാകാതെയും ഇരിക്കുമായിരുന്നു. എന്റെ സഹായമേ എനിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ജപധ്യാനങ്ങൾ നാൾതോറും അധികം ഭക്തിയോടും ഉത്സാഹത്തോടും കൂടെ ചെയ്യുന്നതിന് എന്നെ പ്രത്യേകം സഹായിക്കണമേ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെന്നെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവതക്കാരുടെ രാജ്ഞിയായ കന്യയെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അടുത്തു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഈശോ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടോളണമേ. ആമേൻ. ജന്മപാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാവിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജന്മപാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ, പാവിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ. പരിശുദ്ധ മാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപിയുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ ഭേദപാലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഹൃത ജപം. ദൈവമാതാവേ, ദൈവമാതാവേ, നിന്റെ കൃപയുള്ള തിരുക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ദൈവമാതാവേ, നിന്റെ കൃപയുള്ള തിരുക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ദൈവമാതാവേ, നിന്റെ കൃപയുള്ള തിരുക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ മേൽ തിരിക്കണമേ. സൽക്രിയ. ഉത്തരീയ സഭയിൽ പ്രവേശിക്കണം. അതിൽ ചേർന്നവരായാൽ അതിൻ്റെ കടമകൾ ശരിയായി നിറവേറ്റി വരുന്നോ എന്ന് പരിശോധിക്കണം. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ Maria.